നാഷണൽ ഗാർഡുകളെ വൈറ്റ് ഹൌസിന് സമീപം അഫ്ഗാൻ സ്വദേശിയെ ആക്രമിച്ചതിന് പിന്നാലെ കൂടുതൽ കുടിയേറ്റ നിയന്ത്രണങ്ങളുമായി അമേരിക്ക. മൂന്നാം ലോക രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരെ കൃത്യമായി നിയന്ത്രിക്കാനാണ് നീക്കം. അഫ്ഗാൻ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസ അനുവദിക്കേണ്ടതും US ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചു. മൂന്നാം ലോകരാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ്. അഫ്ഗാൻ പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവർക്ക് വിസ നൽകേണ്ടതില്ലെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചു. വൈറ്റ് ഹൌസിനടുത്ത് അഫ്ഗാൻ പൗരന്റെ ആക്രമണത്തിൽ ഒരു നാഷണൽ ഗാർഡ് കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നീക്കം. രാഷ്ട്രീയ അഭയം തേടിയെത്തിയവരുടെ ഗ്രീൻ കാർഡ് ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. ഗ്രീൻ കാർഡ് ഉടമകളെയും എമിഗ്രേഷൻ അപേക്ഷകളുടെയും സൂക്ഷ്മ പരിശോധന ആരംഭിച്ചതായി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് ഡയറക്ടർ ജോസഫ് എഡ്ലോ അറിയിച്ചു. എന്നാൽ മൂന്നാം ലോക രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ആശങ്കാജനകമായ ഇമിഗ്രേഷനുകൾ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയ 19 രാജ്യങ്ങൾ നിരീക്ഷണത്തിലാണെന്ന് വ്യക്തം. ഇക്കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ അഫ്ഗാൻ സ്വദേശിയുടെ കുടുംബത്തെ നാടുകടത്തുന്നതിനുള്ള നടപടികൾ ആലോചിക്കുന്നതായും ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.